ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുതിയ തൊഴിൽ നിയമത്തിലെ മാറ്റം ജീവനക്കാരുടെ ശമ്പള ഘടനയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതിന്റെ ഫലമായി പലർക്കും കയ്യിൽ കിട്ടുന്ന ശമ്പളം മുമ്പത്തേക്കാൾ കുറയാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. രാജ്യത്ത് പുതിയ തൊഴിൽ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതലായിരുന്നു ഇത് പ്രാബല്യത്തിൽ വന്നത്. 4 പുതിയ നിയമങ്ങളായിരുന്നു പ്രാബല്യത്തിൽ വന്നത്. വേതന കോഡ്, വ്യവസായ ബന്ധ കോഡ്, സാമൂഹ്യ സുരക്ഷാ കോഡ്, തൊഴിൽ സുരക്ഷാ കോഡ് എന്നിവയാണിത്. ഇവ വലിയ മാറ്റമാണ് പഴയ നിയമങ്ങളിൽ കൊണ്ടുവന്നത്. ഇതിന്റെ ഫലത്താൽ രാജ്യത്തെ ജീവനക്കാരുടെ ശമ്പള ഘടനയിൽ വലിയ മാറ്റമാണ് വരുന്നത്. ശമ്പളത്തിലെ കുറവ് തന്നെയാണ് പ്രധാന കാരണം. പുതിയ നിയമപ്രകാരം വേതനത്തിന് ഒരു ഏകീകൃത നിർവചനം നൽകി. ഇനി വേതനത്തിൽ അടിസ്ഥാന ശമ്പളം, ക്ഷാമബത്ത, റീറ്റെയിനിങ് അലവൻസ് എന്നിവ ഉൾപ്പെടണം. ഇവയുടെ സംയോജനം ജീവനക്കാരന്റെ മൊത്തം ശമ്പളത്തിൽ കുറഞ്ഞത് 50% ഉണ്ടായിരിക്കണം. വീട്ടുവാടക, ബോണസ്, സ്പെഷ്യൽ അലവൻസ് പോലുള്ള ഘടകങ്ങൾ ആകെ ശമ്പളത്തിന്റെ 50% കഴിഞ്ഞാൽ അതിലധികം ഭാഗവും വേതനത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതാണ്. ഇതുവഴി തൊഴിൽദാതാക്കൾ മുമ്പുള്ള പോലെ അടിസ്ഥാന ശമ്പളം കുറച്ച് അലവൻസ് കൂടുതലാക്കി PF ഗ്രാറ്റുവിറ്റി മുതലായ അവകാശങ്ങൾ കുറയ്ക്കാനുള്ള വഴി നടപ്പിലാകില്ല. ജീവനക്കാരന്റെയും കമ്പനിയുടെയും PF കോൺട്രിബ്യൂഷൻ ഉയരും. അതിനാൽ ശമ്പളത്തിൽ നിന്നുള്ള കൂടുതൽ തുക PFിലേക്ക് പോകും. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ വളരെ ഗുണകരമാണ്. പക്ഷേ ശമ്പളത്തിൽ കുറവുണ്ടാകും. പുതിയ നിയമപ്രകാരം ഫിക്സഡ് ടേം കോൺട്രാക്ട് ജീവനക്കാർക്ക് 1 വർഷം ജോലി ചെയ്താൽ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. മുമ്പ് 5 വർഷം ആവശ്യമുണ്ടായിരുന്നു. ഈ നിയമവ്യവസ്ഥയ്ക്ക് 2025 നവംബർ 21 മുതലാണ് പ്രാബല്യം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.